അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്കൊടുവിലെ CSEB ക്ലർക്ക് ക്യാഷർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജനുവരി 10-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇനിയുള്ള ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും നമ്മളെ സമീപിച്ച് നോക്കും വളരെ നിർണായകമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഭാഗത്തേക്ക് നമ്മുടെ പേരുകൾ എത്തിക്കാൻ വേണ്ടി CCയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 2-ാം തീയതി മുതലാണ്. നമ്മൾ സാധാരണ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏകദേശം ഒരു 90 ദിവസത്തെ സമയമൊക്കെ സാവകാശം കിട്ടാറുണ്ടായിരുന്നു. ഇത്തവണ നോട്ടിഫിക്കേഷൻ വരാൻ താമസിച്ചായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഒരു പരീക്ഷ നടക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ദിവസത്തിനകത്തായിരിക്കും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസത്തെ സമയമാണ് നമ്മുടെ മുമ്പിൽ പഠിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഈ 2 മാസത്തെ സമയം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഏറ്റവും തുടക്കക്കാരെ സമീപിച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിനകത്ത് സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. കാരണം ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മളെ സമീപിച്ച് നോക്കും നിർണായകമായതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളിലെ നിങ്ങളുടെ സജഷൻ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ലൈവിൽ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുകൂടി നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്കുള്ളതാണ്. സോ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കുവാണ്. ഈ ഒരു സാധ്യത ഇനി ഒരിക്കലും നമ്മുടെ മുമ്പിൽ കിട്ടത്തില്ല. ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ അതിന് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത്, നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. സോ ഈ ഒരു സാധ്യത നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം.